എൻ്റെ ഇതിലോട്ട് നാക്കിട്ടുണ്ട് തിരിച്ച്. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. കൂട്ടക്ഷരങ്ങളിലെ ലൈവ് ക്വിസ് തുടങ്ങാൻ പോവാണ്. വരുന്ന ആളുകളൊക്കെ ഒന്ന് ഒരു ഹായ് ഒക്കെ ഇടുകയാണെങ്കിലേ ആരൊക്കെ എത്തി എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റും. ആരുമില്ലേ? പവിത്ര ഉണ്ണി വന്നു. ഇനി ആരുണ്ട്? ഹലോ, ജയശ്രീ എത്തി, പവിത്ര എത്തി, രണ്ടുപേരെ ഉള്ളോ? ഫോൺ എവിടെയെങ്കിലും വെക്കാമോ എന്ന് പവിത്ര ചോദിക്കുന്നു. ഇപ്പം മ്യൂട്ടാണോ? എനിക്ക് 1 മിനിറ്റ് ഒരു സമയം തരണം കേട്ടോ. 1 മിനിറ്റ്. എല്ലാവരും കയറി, എല്ലാവരും അവിടെ നിൽക്കുക. 1 മിനിറ്റ്. ശാലറ്റ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തതാണേ. ഇപ്പൊ കേൾക്കാവോ ജയശ്രീ, പ്രീത? പവിത്ര, മൈക്ക് ഓണാക്കൂ ചേച്ചി. മൈക്ക് ഓണല്ലേ? പവിത്ര കേൾക്കാമെന്ന് പറയുന്നുണ്ട്. പവിത്ര, എനിക്കൊരു ഹെൽപ്പ് വേണം. ഞാനൊരു നമ്പർ പറയാം, ആ നമ്പറിലേക്ക് എനിക്കൊരു ലിങ്ക് ഒന്ന് അയച്ചേക്കാവോ? ഇപ്പൊ എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ?
പവിത്ര, അപ്പം അതൊക്കെ തുടങ്ങിയാലോ നമുക്ക്? ഒരു സെക്കൻഡ്. ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നില്ലേ? ചെവി അടിച്ചു പോയതല്ല മക്കളെ, ഞാൻ ഇടയ്ക്കൊന്ന് മ്യൂട്ട് ചെയ്തതായിരുന്നു, അത് തിരിച്ച് അൺമ്യൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, അഗ്നിസാക്ഷി എന്ന മലയാള നോവൽ എഴുതിയത് ആരാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും ഉത്തരം പറയാവുന്ന ചോദ്യമാണ്. അഗ്രഹാരങ്ങളുടെ അകത്തളങ്ങളിൽ വീർപ്പുമുട്ടിക്കഴിഞ്ഞ സ്ത്രീകളുടെ കഥ പറഞ്ഞ അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയത് ആരാണ്? അഗ്നിസാക്ഷി എഴുതിയത് ആരാണ്? കേൾക്കാം. ഉത്തരം വന്നു തുടങ്ങിയിട്ടില്ല. ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഓക്കെയാണ്. ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിയായ ഉത്തരം തന്നെ പറയുന്നുണ്ട്. ശരിയായ ഉത്തരം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്വിസ് കുറേ ദിവസം ആയതുകൊണ്ട് ഇതിൻ്റെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് ആദ്യം പറയാതിരുന്നത്. ആദ്യം എൻ്റെ സ്ക്രീനിൽ കാണുന്ന അനുസരിച്ച് ആദ്യം ഉത്തരം പറഞ്ഞ 3 പേർക്കാണ് ഓരോ പോയിന്റ് തരുന്നത്. 2 ഭാഗങ്ങളുള്ള ചോദ്യം വരികയാണെങ്കിൽ മാത്രമാണ് 2 പോയിന്റ് ഉണ്ടാവുന്നത്. അത് 2 ഭാഗവും ശരിയാക്കിയാൽ മാത്രമേ അന്നേരം പോയിന്റ് കിട്ടുകയുള്ളൂ. പിന്നെ ചെറിയ അക്ഷരത്തെറ്റുകൾ നമ്മൾ കേട്ടെഴുത്ത് ഒഴികെയുള്ള സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ് പിന്നെ പറയാനുള്ള ഒരു കാര്യം. അപ്പം ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിപ്പോൾ അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 3 പേരിൽ കൂടുതലൊക്കെ പേര് ഇത് ഉത്തരം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ഇതിൽ കാണുന്നത് എൻ്റെ സ്ക്രീനിൽ ആദ്യം കാണുന്ന പേര് നമ്മുടെ മിനി സുന്ദരേശന്റെ പേരാണ്. മിനി സുന്ദരേശൻ. മിനി സുന്ദരേശനാണ് ആദ്യത്തെ പേര് ഇവിടെ കാണുന്നത്. മിനിയുടെ പേര് കഴിഞ്ഞ് പിന്നെ ജെസ്സി ബാവനാണ് രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് നമ്മുടെ ജയശ്രീ തന്നെയാണ്. അപ്പം ആദ്യത്തെ 3 പോയിന്റ് കിട്ടിയിരിക്കുന്നത്
മിനി സുന്ദരേശൻ, ജെസ്സി ബാവൻ, പിന്നെ നമ്മുടെ ജയശ്രീ ജോൺ. 3 പേർക്കുമാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവരും വേഗം വേഗം അടിക്കൂ. ഒരുപാട് പേര് ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രീത ശരിക്ക് പറഞ്ഞിട്ടുണ്ട്, അശ്വതി പറഞ്ഞിട്ടുണ്ട്, സെജി എഴുതിയിട്ടുണ്ട്, രമ ഉണ്ണി പറഞ്ഞിട്ടുണ്ട്, മഞ്ജു, ശ്രീകുമാരി, ജസ്ന ഒക്കെ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരേ സമയം ആത്മകഥയെന്നും സ്വപ്ന എഴുത്തെന്നും സ്വപ്ന സാഹിത്യമെന്നും നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കമലാദാസിന്റെ രചനയുടെ പേരെന്താണ്? നമുക്കത് ആത്മകഥയായിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം, അതേസമയം തന്നെ ഒരു സ്വപ്ന സാഹിത്യമായിട്ടും കരുതാവുന്ന ഒരു എല്ലാ എഴുത്തുകാർക്കും അറിയാവുന്ന, വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. മിനി, ജെസ്സി, പിന്നെ ഞാൻ. ഓക്കെ, ഉത്തരം പോരട്ടെ. ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ശരിയായ ഉത്തരമാണ് പറയുന്നത്. ജെസ്സി ബാവൻ വന്നിട്ടുണ്ട്, ജയശ്രീ ജോൺ വന്നിട്ടുണ്ട്, സെജി രാജീവ് വന്നിട്ടുണ്ട്. പവിത്ര ഉണ്ണി ഒരു സെക്കൻഡ് താമസിച്ചു പോയി. പ്രീത, മിനി സുന്ദരേശൻ, സുനന്ദ മഹേഷ്, ഇവരെല്ലാം ഇതിന്റെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വേഗം വേഗം ഇടുക്കികളായിട്ട്, എൻ്റെ ചോദ്യങ്ങൾ വളരെ എളുപ്പമായതുകൊണ്ട് കൂടി ആയിരിക്കും. എൻ്റെ കഥ എന്ന ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ജെസ്സി ബാവനാണ്. പിന്നെ ജയശ്രീ ജോൺ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സെജി രാജീവ്, സ്ക്രീനിൽ ജെസ്സി ബാവൻ, ജയശ്രീ ജോൺ, സെജി രാജീവ് 3 പേരുടെ പേരാണ് കാണുന്നത്. ഇനി അടുത്ത് പവിത്ര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് കിട്ടുന്നത് ആർക്കൊക്കെയാണ്? ജെസ്സി, ജയശ്രീ, സെജി 3 പേർക്കുമാണ് ഇതിന് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പേര് ഇത് ശരിയായി പറഞ്ഞിട്ടുണ്ട്. പിനോ മാത്യു പറഞ്ഞിട്ടുണ്ട്, അശ്വതി, ഷാലക് തോമസ്, ജയചന്ദ്രൻ, ശ്രീദേവി. നീർമാതളം പൂത്ത കാലം എന്ന് എഴുതിയോ ശ്രീദേവി? ആത്മകഥ, എൻ്റെ കഥ ശ്രീകുമാരി പറഞ്ഞു, രമ ഉണ്ണി പറഞ്ഞു, അഭിരാമി, ഇവരെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ പോയിന്റ് കിട്ടിയവരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. E.B. വൈറ്റിന്റെ 1945 എഴുതിയ ഒരു ബാലസാഹിത്യ കൃതിയാണ്. E.B. വൈറ്റ് എഴുതിയ കൃതിയാണ് അത്. 1999 അതൊരു ഹോളിവുഡ് ആനിമേഷൻ മൂവിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. നമ്മുടെ മക്കളൊക്കെ ഭയങ്കരമായിട്ട് കണ്ട് ആസ്വദിച്ച സാധനമാണ് സ്റ്റുവേർട്ട് ലിറ്റിൽ എന്ന് പറഞ്ഞിട്ട്. ഒരു ആനിമേഷൻ കോമഡിയാണ്. അതിൻ്റെ സ്ക്രീൻ പ്ലേ, തിരക്കഥ എഴുതിയത് 2 പേര് ചേർന്നാണ് എഴുതിയത്. അതിൽ ഒരാളിന് മലയാളി ബന്ധമുള്ള ഒരാളാണ്. ആ ആളിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കോ റൈറ്ററുടെ പേര് വേണ്ട. ഇതാരാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയ മലയാളി കണക്ഷനുള്ള ആളാരാണെന്ന് പറഞ്ഞാൽ മതി. സ്റ്റുവേർട്ട് ലിറ്റിലിൻ്റെ തിരക്കഥ. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. സ്റ്റുവേർട്ട് ലിറ്റിലിന്റെ തിരക്കഥയാണ് ചോദിച്ചത് അജയ് കുമാർ. അതിന്റെ ശരിയായ ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ 3 പേര് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉത്തരം പറയാമല്ലോ. മനോജ് നൈറ്റ് ശ്യാമളനാണ്. ജസ്ന ജോസ്, അജയ് കുമാർ സ്റ്റുവർട്ട് ലിറ്റിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അശ്വതി അച്ചുകുഞ്ഞൻ, ലിഷ ശ്രീധർ, ഈ 3 പേരുമാണ് ശരിയായ ഉത്തരം എഴുതിയിരിക്കുന്നത്.
ഹരി ഒരു ശകലം താമസിച്ചു പോയി കുഞ്ഞെ. ശ്യാമളനാണെന്ന് രമ ഉണ്ണിയും പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവിയും പറഞ്ഞു. എല്ലാവരും ഒരു പൊടിക്ക് നിങ്ങളുടെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും. സെജി പറഞ്ഞിട്ടുണ്ട്. പ്രീത, ബിനു മാത്യു, ജെസ്സി ബാവൻ, പവിത്ര ഉണ്ണി ഒക്കെ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പൊടിക്ക് മുന്നിലായത് ഞാൻ പോയിന്റ് കിട്ടുന്ന ആളുകൾ ജസ്ന, അശ്വതി, ലിഷ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മലയാളികൾക്ക് സുപരിചിതനായ അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ചോദ്യം വരുന്നതിന് മുമ്പ് ഉത്തരം വരുമെന്ന് എനിക്കറിയാം. കൃതിയുടെ പേര് വേണമെന്നില്ല. ഇത് എഴുതിയതാരാണ്, അതിന്റെ സൃഷ്ടാവ് ആരാണെന്ന് പറഞ്ഞാൽ മതി. ഉത്തരം വന്ന് തുടങ്ങിയിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നതെന്ന് തോന്നുന്നു. വളരെ വേഗത്തിൽ ഉത്തരം വരുന്നുണ്ട്. ഇത്തവണ ശ്രീദേവിയാണ് ഏറ്റവും ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ജസ്ന രണ്ടാമത്, പവിത്ര ഉണ്ണിയാണ് മൂന്നാമത്. അപ്പോൾ ഇത്തവണ പോയിന്റ് ശ്രീദേവിക്കും ജസ്നയ്ക്കും പവിത്രയ്ക്കുമാണ്. പിന്നെ പലരും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലിഷ ശ്രീധർ, മിനി സുന്ദരേശൻ, സെജി രാജീവ്, ഹരിക്ക് നെറ്റ് ഭയങ്കര സ്ലോ ആണോ ഞാൻ? ജയചന്ദ്രൻ, പ്രീത ഗോപിനാഥൻ, ശ്രീദേവി. ചോദ്യം ആക്ച്വലി ഉത്തരം അത്രയും വിശദമാക്കി എഴുതണ്ട. ആ ചോദ്യത്തിന്റെ അത് മാത്രം എഴുതിയാൽ മതി. സമയം പോകുമല്ലോ നമുക്ക്. അപ്പോൾ അല്ലെങ്കിൽ പുസ്തകം ആരുടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല. അല്ല, പുസ്തകം എഴുതിയത് ആരാണെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പുസ്തകത്തിന്റെ പേരും കൂടെ എഴുതി സമയം കളയണ്ട. ഓക്കെ. രമ ഉണ്ണി തറക്കൽ. രമ ഉണ്ണിയുടെ പേര് എനിക്ക് കുഞ്ഞെ, ഇത് രമ ഉണ്ണിയുടെ പേര് ഒരുപാട് പുറകിലാണ് വന്നിരിക്കുന്നത്. ക്ഷമിക്കുക. രമയുടെ പേര് എനിക്ക് രമയുടെ പേര് ഒരുപാട് താഴെയായിട്ടാണ് എനിക്ക് കാണുന്ന കുഞ്ഞെ. ഞാനീ പറഞ്ഞ പേരുകളാണ് എനിക്ക് ഇവിടെ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപാട് താഴെയായിട്ടാണ് രമയുടെ പേര് കാണുന്നത്. ഓ, ഹരി വയനാട്ടിൽ നിന്ന് വരണം, ചുരമൊക്കെ ബ്ലോക്കാണ്. ഓക്കെ. രമയുടെ പേര് ഒത്തിരി താഴെയായിട്ടാണ് കുഞ്ഞെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യമാണ്. കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എഴുതിയതാരാണ്? വേഗം എഴുതിക്കോ. ഒരു വളരെ പ്രതീക്ഷ ഉള്ള ഒരു പുതിയ സാഹിത്യകാരിയാണ്. മാത്രമല്ല ഫേസ്ബുക്കിലാണ് ഇതാദ്യം എഴുതി തുടങ്ങിയത്. ഫേസ്ബുക്കിൽ സീരിയലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ കഥ പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ഉത്തരം വന്നു തുടങ്ങി. ശരിയായ ഉത്തരം ഓൾറെഡി 3 പേര് പറഞ്ഞു കഴിഞ്ഞു. ജയശ്രീ ജോൺ, ജസ്ന ജോസ്, ശ്രീദേവി നമ്പ്യാർ. അപ്പോൾ അവർക്ക് 3 പേർക്കുമാണ് പോയിന്റ്. ലിഷ, പവിത്ര, സെജി, മിനി സുന്ദരേശൻ, ഷൈബിയൊക്കെ വന്നു അല്ലേ. അശ്വതി, ശ്രീകുമാരി, രമ, പ്രീത ഗോപിനാഥൻ, ഇവരെല്ലാം പ്രീത രാജശ്രീ എന്നല്ല, രാജശ്രീ എന്നാണ് എഴുതിയപ്പോൾ ചെറിയ അക്ഷരത്തെറ്റുകൾ നമ്മൾ അല്ലെങ്കിലും കൺസിഡർ ചെയ്യുന്നില്ല. അത് ഒരു വിഷയമല്ല. അപ്പം ഇവർക്ക് 3 പേർക്കുമാണ് പോയിന്റ്. നമ്മൾ അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യമാണ്. ഇത് ആരാ ഉത്തരം പറയുന്നതെന്ന് നോക്കട്ടെ. കേരളത്തിൽ ആദ്യമായിട്ട് വാഹനാപകടത്തിൽ മരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു?
ആരാണ് വാഹനാപകടത്തിൽ മരിച്ചു എന്ന് രേഖകളിലുള്ള ആദ്യത്തെ. അതിനു മുമ്പ് ആരെങ്കിലും ചിലപ്പോൾ വാഹനാപകടത്തിലൊക്കെ മരിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ രേഖകളിൽ ആരാണ് ആദ്യമായിട്ട് വാഹനാപകടത്തിൽ മരിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആരാണെന്നാണ് പറയുന്നത്. ഷൈബി വന്നു, പക്ഷെ ഇപ്പം പോവും. എല്ലാരും ഗൂഗിളിൽ തപ്പുകയെന്ന് തോന്നുന്നു. ജി.വി. രാജ അല്ല. ജി.വി. രാജ വിമാന അപകടത്തിലാണ് മരിച്ചത്. ശ്രീദേവി തപ്പു. ശരി, ഉത്തരം നോ ഐഡിയ, അറിയില്ല. ഭാഗ്യം ഞാനല്ല. കുമാരനാശാൻ ബോട്ട് അപകടത്തിലാണ് കുഞ്ഞെ. ഗോദവർമ്മരാജ അല്ല. ജി.വി. രാജ അല്ല. ജെസ്സി, ജി.വി. രാജ വിമാന അപകടത്തിലാണ് മരിച്ചത്. വടക്കേ കട്ടാല നാരായണൻ നായർ, നല്ലൊരു ഉത്തരം. അഭിരാമി, അതിന്റെ ഉത്തരം ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത് ജസ്നയാണ്, രണ്ടാമത് ശ്രീദേവി, മൂന്നാമത് ശ്രീകുമാരിയാണ്. ഇതിന്റെ ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ആദ്യമായിട്ട് വാഹനാപകടത്തിൽ മരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആള്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 3 പേര് ഉത്തരം പറഞ്ഞ 3 പേരുടെയും പേര് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യമാണ്. നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും, നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ ഒരുപാട് പാടിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളും കുറേ നാൾ പാടി നടന്നു. ഇനി അടുത്ത ജനറേഷനും പാടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിപ്പാട്ടാണ്. കാക്കയെ കാക്കയെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. പക്ഷേ ഈ കുട്ടിപ്പാട്ടാണെങ്കിലും ഇത് എഴുതിയത് ഒരു വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഹരിയൊക്കെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് നില പറയാം. ഈ ചോദ്യത്തിന്റെ അവസാനം പോയിന്റ് നില പറയാം. ഡോക്ടർ പശുപതി അല്ലല്ലോ, രമാ ഉണ്ണി തറയ്ക്കൽ. ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈലോപ്പള്ളി അല്ല ശ്രീദേവി. ഷൈബി ഷാജു മറന്നുപോയി, ഓർപ്പിക്കാം ഇപ്പോൾ. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. പ്രീത, മുബീന, രമ ഉണ്ണി തറയ്ക്കൽ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നുള്ളതാണ് ഉത്തരം. ഇതിന്റെ ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത് ജസ്ന, ജെസ്സി ബാവൻ, പിന്നെ എഴുത്തുപത്തായം. ഈ 3 പേർക്കാണ്. ജസ്ന, ജെസ്സി ബാവൻ, എഴുത്തുപത്തായം. ഇവർ 3 പേരുമാണ് ഉത്തരം ശരിയായിട്ട്. ഒരു ഉള്ളൂർ പെട്ടെന്ന് മറന്നുപോയി, സാരമില്ല കുഞ്ഞെ. ഹരി പറഞ്ഞ അല്പം താമസിച്ചു പോയി. രമ ഉണ്ണി എന്താന്ന് പിടികിട്ടുന്നില്ല. എഴുത്തുപത്തായമാണ് ആദ്യം പറഞ്ഞതെന്ന് പറയുന്നു. എൻ്റെ ഇതിനകത്ത് എഴുത്തുപത്തായത്തിൻ്റെ പേര്, എന്തായാലും എഴുത്തുപത്തായത്തിന് പോയിന്റ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ പോയിന്റ് നിലയൊന്ന് നോക്കാം. ഒരു മിനിറ്റ്, എനിക്ക് പോയിന്റ് നിലയൊന്ന് നോക്കാനുള്ളൊരു അവസരം തരിക. രമ ഉണ്ണി തറയ്ക്ക ഫിംഗർ സ്ലിപ്പ്, അതൊന്നും കുഴപ്പമില്ല. മുബീന അഷ്റഫ് ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട്. അത് ഹരിത മനോഹര പോക്കണം. ഡോക്ടർ പശുപതി അല്ലല്ലോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ജയശ്രീ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അജിത് രാജില്ലേ, അജിത് രാജ് ചാടി ഉത്തരം പറയുന്ന വേറെ ആർക്കും സമ്മാനം കിട്ടാൻ അനുവദിക്കാത്ത ആളാണല്ലോ. ജയശ്രീ പവിത്ര, ഞാൻ ഈ ഫോൺ പിടിച്ചിരിക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? എന്നെ നിങ്ങൾക്ക് നേരെ കാണാനൊക്കെ പറ്റുന്നുണ്ടോ? എന്നെ കണ്ടില്ലെങ്കിലും നിങ്ങൾ കേട്ടാൽ മതി. എഴുത്തുപത്തായം ഞാൻ സിൽവിയാണോ? എഴുത്തുപത്തായം. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇത് കിട്ടിയിട്ടുണ്ട്. പോയിന്റ് നില ജസ്നയാണ് ഇപ്പം മുമ്പിൽ 5 പോയിന്റുമായിട്ട്. ശ്രീദേവി
3 പോയിന്റ്, ജയശ്രീക്ക് 3 പോയിന്റ്, ജെസ്സി ബാവന് 3 പോയിന്റ്, ജസ്നയ്ക്ക് 5, ശ്രീദേവിക്ക് 3, ജയശ്രീക്ക് 3, ജെസ്സിക്ക് 3. കട്ടയ്ക്ക് നിൽക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ജയിക്കാവുന്നതേ ഉള്ളൂ. ഫ്രെയിം ആടുന്നുണ്ട്, അത് എനിക്ക് ചെറിയൊരു ആട്ടം ഉള്ളതുകൊണ്ട് എഴുത്തുപത്തായ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് 8ാമത്തെ ചോദ്യമാണ്. കഥകൾ പറഞ്ഞു തന്ന് എന്നെ ഒരു കഥ പറച്ചിലുകാരനാക്കിയ എൻ്റെ അമ്മ ഞവരയ്ക്കൽ ദേവകി അമ്മയ്ക്ക്. മലയാളത്തിലെ പ്രശസ്തനായ ഒരു കഥാകാരൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കാണ്. മാതൃദിനമൊക്കെ ആയിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. കഥകൾ പറഞ്ഞു തന്ന് എന്നെ ഒരു കഥ പറച്ചിലുകാരനാക്കിയ എൻ്റെ അമ്മ ഞവരയ്ക്കൽ ദേവകി അമ്മയ്ക്ക്. അങ്ങനെ ഞവരയ്ക്കൽ ദേവകി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ചെറുകഥകൾ എഴുതിയ, തിരഞ്ഞെടുത്ത കഥകൾ സമർപ്പിച്ച സാഹിത്യകാരൻ ആരാണെന്നാണ് ചോദ്യം. അജിത് രാജിനെ വിളിച്ചു വരുത്തണ്ട. എൻ്റെ ഉത്തരം, ശരിയായ ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ശരിയായ ഉത്തരം പറയും എന്ന് പ്രതീക്ഷിച്ച ആൾ തന്നെയാണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ജയശ്രീ ജോണാണ് അതിൻ്റെ ഉത്തരം ആദ്യമായിട്ട് ശരിയായിട്ട് പറഞ്ഞത്. എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ജയശ്രീ ആയിരിക്കും അത് ആദ്യം പറയാൻ പോകുന്നതെന്ന്. ജയശ്രീ ജോൺ, അശ്വതി, അച്ചുകുഞ്ഞ്, എഴുത്തുപത്തായം, ഇവർ 3 പേരുമാണ് അത് പറഞ്ഞു. പിന്നെ ഒരുപാട് പേര് അല്ലാതെ അത് പറഞ്ഞിട്ടുണ്ട്. അജിത് രാജിനെ വിളിച്ചു വരുത്തണ്ടെന്നുള്ള അഭിപ്രായം എനിക്കുമുണ്ട്. അത് ജെസ്സി ബാവൻ തകഴി എന്നാണ് പറഞ്ഞത്. അല്ല കുഞ്ഞ്. പത്മരാജൻ, സെജി പറഞ്ഞു, ലിഷ, ഷാലറ്റ്, പ്രീത ഗോപിനാഥൻ, മിനി സുന്ദരേശൻ, മുബീന അഷ്റഫ് ഒക്കെ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജിസ്ന. അപ്പം പോയിന്റ് ഞാൻ പറഞ്ഞ ആളുകൾക്കാണ്. ഇപ്പോൾ നമ്മൾ 8 ചോദ്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ഫോൺ എവിടെയെങ്കിലും ഞാൻ വെക്കാത്തതിൻ്റെ ഒരു ചെറിയ ആട്ടം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഇത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. എൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുന്നതാണ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏതാണെന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലാതെ ഇറങ്ങിയ ആദ്യ സിനിമ. ജയശ്രീയുടെ ഒന്ന് കോപ്പി അടിച്ചതാ അല്ലേ? മിടുക്കി. ഏത് രീതിയിലായാലും ഉത്തരം വന്നാൽ മതിയല്ലോ. ജയ സുഭാഷ്, ഹായ് ജയ. ജെസ്സി ബാവൻ, ചെമ്മീനല്ല. പവിത്ര ഉണ്ണി, ബാലനല്ല. കളർ മൂവിയാണ് ചോദിക്കുന്നത്. ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. കണ്ടം വെച്ച കോട്ടെന്നാണ് ഉത്തരം. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. ജസ്ന, ശ്രീദേവി, വൈശാഖ്, ഇവർ 3 പേരുമാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യം കാണുന്ന പേരുകൾ. ജസ്ന, ശ്രീദേവി, വൈശാഖ്. താട്ട് ഒരുപാട് പേര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് ജയ്. അശ്വതി, അച്ചുകുഞ്ഞ്, ചെമ്മീനല്ല, ബാലനല്ല, വിഗതകുമാരനല്ല, സാബിറ ഹലോ, നീലക്കുയിലല്ല കുഞ്ഞെ, ബിനു മാത്യു, ചെമ്മീനല്ല, കണ്ടം വെച്ച കോട്ടാണ് ഉത്തരം. ശ്രീകുമാരി, ബാലനല്ല. മിനി സുന്ദരേശൻ ശരിയായിട്ട് എഴുതിയിട്ടുണ്ട്. മിനി അല്പം താമസിച്ചു പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഈ ലൈവ് ക്വിസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മോൻ എന്നോട് പറഞ്ഞത് അമ്മ പാട്ട് പാടരുതെന്ന്. പാട്ട് പാടിയാൽ ഉണ്ടാകുന്ന ദുരന്തം ഓർത്തിട്ടാണ് അവനത് പറഞ്ഞത്. പക്ഷെ എനിക്ക് പാട്ട് പാടിയേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അടുത്തത് പാട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഹിറ്റായ
ഞാനങ്ങ് കാര്യമായിട്ട് പാടുന്നില്ല കേട്ടോ, പേടിക്കണ്ട. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലാവരും കേട്ടൊരു പാട്ടാണ്. ഇത് ആരാണ് എഴുതിയതെന്നാണ് ചോദ്യം. തൂക്കി ചുവന്ന കരങ്ങളോടെ. അടുത്ത ലൈവിനിങ്ങ് പോര്, അതാ നല്ലത്. പാട്ട് പാടണമെന്ന്. ഒരു പാട്ട് ഞാൻ പാടാം അവസാനം. അതോടെ നമുക്ക് ഈ ആകാശത്തേക്ക് വെടിവെച്ച് പിരിച്ചുവിടുന്ന ഒരു ഇമ്പാക്റ്റ് വരാൻ വേണ്ടി ഒരു പാട്ട് പാടാം. കുട്ടികളൊക്കെ ഭയങ്കര മിടുക്കരാണേ. ചാറ പറയാന്നല്ലേ ഉത്തരം വരുന്നത്. പലരും പല ഉത്തരം ഏകദേശം എല്ലാവരും ഇതിന്റെ ഉത്തരം കറക്റ്റായിട്ടാണ് പറയുന്നത്. ശരി, ഞാൻ പാട്ട് പാടാം. എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്നതിൽ ആദ്യത്തെ പേരുകാരി നമ്മുടെ ശ്രീദേവിയാണ്. ശബരീഷ് വർമ്മയാണ് ഉത്തരം. ശ്രീദേവി നമ്പ്യാരുടെ പേരാണ് ആദ്യം കാണുന്നത്. പിന്നെ നമ്മുടെ പവിത്രയാണ്, പവിത്ര ഉണ്ണി. പിന്നെ ജസ്ന ജോസ് ആണ് അടുത്ത പേര്. ശ്രീകുമാരി 1 സെക്കൻഡ് താമസിച്ചു പോയി. കുഞ്ഞെ എഴുത്തുപത്തായം വാഴട്ടൂന്നോ വെച്ചിട്ടുണ്ട് ഞാന്. സിനിമയുടെ പേരാ. അശ്വതി എച്ച് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ശരിയായിട്ട്. മിനി സുന്ദരേശൻ, ലിഷ, സെജി രാജീവ്, ലിസി സിബി, വൈശാഖ്, എഴുത്തുപത്തായം ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രീത ഗോപിനാഥൻ, മുബീന. ചോദ്യത്തിന് മുന്നേ ഉത്തരം വരാൻ തുടങ്ങിയെന്ന്. അതെന്ത് ചെയ്യാനാ ഹരി, നമ്മുടെ നെറ്റൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ. അബ്ദുള്ള, ലിസി സിബി, അബ്ദുള്ള അല്ല കുഞ്ഞെ. സെജി രാജീവ് കറക്റ്റാക്കി. വൈശാഖ്, ശബരീഷ്. വൈശാഖ് സാറിന് വേഗം അടിക്കുന്നതാണല്ലോ. വൈശാഖിൻ്റെ നെറ്റ് ഇന്ന് പ്രശ്നമാണോ? എഴുത്തുപത്തായം, പ്രീത, മുബീന, ഓക്കെ, ബിനോ മാത്യു, ഇവരെല്ലാം ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ. പോയിന്റ് ശ്രീദേവി നമ്പ്യാർക്കും പവിത്ര ഉണ്ണിക്കും ജസ്ന ജോസിനുമാണ് ഈ ചോദ്യത്തിന് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. കോട്ടയം കേരളത്തിൽ എവിടാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ നമ്മുടെ കേരള ചരിത്രത്തിൽ കോട്ടയം രാജ്യം എന്നറിയപ്പെട്ടിരുന്നത് ഏത് പ്രദേശമാണ്? കോട്ടയം രാജ്യം ഏത് ഏരിയ ആണെന്ന് പറഞ്ഞാൽ മതി. ഏത് പ്രദേശമാണ് കോട്ടയം രാജ്യം ആയിട്ട് അറിയപ്പെട്ടിരുന്നത്? മലയാളം ഫോണ്ട് കിട്ടുന്നില്ല വൈശാഖിന്. കൈ കാണുന്നു. കിട്ടുന്നില്ലേ? തിരുവിതാംകൂർ അല്ല. തിരുവിതാംകൂർ. നെറ്റല്ല, ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞു നാണിക്കണ്ട. മധ്യ തിരുവിതാംകൂർ. ഉത്തരം ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ട് ആളുകൾ. കോട്ടയം രാജ്യമോ? ജയശ്രീ ജോൺ. ശ്രീദേവി നമ്പ്യാർക്ക് ആ ഏരിയ ഒക്കെ വളരെ പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ശ്രീദേവി ഗംഭീരമായിട്ടാണ് അതിൻ്റെ ഉത്തരം എഴുതിയിരിക്കുന്നത്. വയനാട് കണ്ണൂർ അതിർത്തി, പഴശ്ശിയുടെ രാജ്യം. അത് ശരിയായ ഉത്തരമാണ്.
മൊത്തത്തിൽ ആ വയനാട് ഏരിയയാണ്. വയനാട് കണ്ണൂർ അതിർത്തി പഴശ്ശിയുടെ രാജ്യം എന്ന് പറഞ്ഞത് വളരെ ശരിയായ ഉത്തരമാണ്. മധ്യ തിരുവിതാംകൂറല്ല, കണ്ണൂരല്ല, വയനാട്. ജസ്ന ജോസ് വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂറല്ല, വയനാട് വരുന്ന ഏരിയയാണ്. ജിഷ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ സ്ക്രീനിൽ ഉത്തരം ശരിയായ ഉത്തരം പറഞ്ഞായിട്ട് ആദ്യം കാണുന്ന പേര് ശ്രീദേവിയുടെയാണ്. ജസ്ന പറഞ്ഞിട്ടുണ്ട്. ഹരി പുല്ലൂരും പറഞ്ഞിട്ടുണ്ട്. ഹരി അവിടെ ആണല്ലോ, ഹരിക്ക് അറിയാമല്ലോ വൃത്തിയായിട്ടത്. പിന്നെ ആ ഉത്തരം പലരും അത് വളരെ എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കേരളത്തിലുടനീളം കോട്ടയം ഉണ്ടെന്ന് ഈ ഉത്തരങ്ങൾ കണ്ടപ്പോഴാണ് അറിഞ്ഞതെന്ന് ഷൈബി ഷാജു പറയുന്നു. ശ്രീദേവി നമ്പ്യാർ പറയുന്നു പഴശ്ശിരാജ ഞങ്ങളുടെ തമ്പുരാനാണെന്ന്. പഴശ്ശിരാജയുടെ ഏരിയ കറക്റ്റ്. അതാണ് ശരിയായ ഉത്തരമാണ്. പക്ഷെ സ്ഥലം പറയുമ്പോൾ നമ്മൾ ചേച്ചി ഇരിക്കുന്ന സ്ഥലം കോട്ടയമാണെങ്കിൽ ഞാനിരിക്കുന്ന സ്ഥലം കോട്ടയം രാജ്യമാണ്. അസത്യം. ശരിയാണ് ഹരി. കോട്ടയത്തിൻ്റെ ഒരു ഗരിമ കണ്ടില്ലേ. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് എവിടെയും പോയി സെർച്ച് ചെയ്യൊന്നും വേണ്ട. ഇത് ജയശ്രീയുടെ കോട്ടയം വയനാടുകാർ കൊണ്ടുപോയി എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. 12ാമത്തെ ചോദ്യം, വില്ലുവണ്ടി വിപ്ലവം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വളരെ എളുപ്പമുള്ള ചോദ്യം. ശ്രീദേവിയുടെ നെറ്റ് നല്ല സ്പീഡ്, അത് ശരിയാ. സബ്രാസ് കറക്റ്റാണ് കേട്ടോ. സാധാരണ ഞാൻ ഇതിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കോട്ടയംകാരൻ സുമ്മാവ. അല്ലപ്പാ, നമ്മൾ സുമ്മാവ അല്ല അമ്മാവ. ഹരി ഇവിടെ വരുമ്പോൾ എന്നെ കൊല്ലും. ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ പറവൂരുകാർ കൂടെ വരുമോ? ഉത്തരം വന്നു തുടങ്ങി. ശരിയായ ഉത്തരം ചറപറ എന്നാണ് ആളുകൾ അടിക്കുന്നത്. അയ്യങ്കാളിയാണ് ഇതിൻ്റെ ഉത്തരം. ഒരുപാട് പേര് നെറ്റ് പോയോ ജസ്നയുടെ? കഷ്ടമായി പോയല്ലോ. അയ്യങ്കാളി എന്നുള്ള ഉത്തരം ഒരുപാട് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ ആദ്യം കാണുന്നത് ജെസ്സി ബാവൻ, വൈശാഖ് ജെയിൻ, സെജി രാജ്. ഈ 3 പേരുടെ പേരാണ് കാണുന്നത്. ജെസ്സി, വൈശാഖ്, സെജി. ജസ്നയുടെ നെറ്റ് പോയി. മിനി സുന്ദരേശൻ പറഞ്ഞിട്ടുണ്ട്. വൈശാഖ്, സുഷ്മ, അത് പഴയ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അയ്യങ്കാളി, സിജി, ശ്രീകുമാരി പറഞ്ഞിട്ടുണ്ട്. അല്പം താമസിച്ചു പോയി ശ്രീകുമാരി. ലിഷ, അശ്വതി അച്ചുകുഞ്ഞൻ, സാബ്ര ലത്തീഫി, മിനി, ബിനോ, അവരെല്ലാം ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹരിയും പറഞ്ഞിട്ടുണ്ട്. ജിഷ, ശ്രീദേവിക്ക് ചോദ്യം കേൾക്കാൻ പറ്റിയില്ല. ഇടയ്ക്കൊരു കോള് വന്നിട്ട് കേട്ടില്ല, നഷ്ടമായിപ്പോയി. വില്ലുവണ്ടി വിപ്ലവത്തെ പറ്റിയായിരുന്നു. നിസ്സാരമായ ചോദ്യമായിരുന്നു. ശ്രീദേവിക്ക് പോയിന്റ് കിട്ടേണ്ട ചോദ്യമായിരുന്നു. നെറ്റിന് മാത്രമല്ല ബുദ്ധിക്കും. നമ്മുടെ സുമ ചേച്ചി എവിടെയെന്ന് അതിനിടയ്ക്ക് സുമ ജയമോഹൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. സുമ അതിൻ്റെ പുകലുകളായിട്ട് നല്ല തിരക്കിലാണ് കുഞ്ഞെ. ഒരാഴ്ച കഴിയുമ്പോൾ ഫ്രീ ആവും. FB റിഫ്രഷ് ചെയ്യണോ? എന്നോടാണോ ജയശ്രീ? വേറെ ആളുകളോടല്ലേ? ഞാൻ വല്ലതും കാണിച്ചാൽ വലിയ കുഴപ്പമാകും കുഞ്ഞെ. ജിഷയ്ക്ക് നെറ്റ് സ്ലോ ആണെന്ന് പറയുന്നു. അടുത്ത ചോദ്യം. നമുക്ക് വേഗം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ പോയിന്റ് നില ഒന്നുകൂടെ ഒന്ന് കാണാം. ഒരു സന്തോഷം വരുമല്ലോ. അപ്പം പോയിന്റ് നില ജസ്നയാണ് ഇപ്പോഴും മുമ്പിൽ. 8 പോയിന്റുമായിട്ട് ജസ്ന ഒന്നാമത് നിൽക്കുന്നു. ശ്രീദേവി 6, ജയശ്രീ ജോൺ 4, ജെസ്സി 5. ജയശ്രീയുടെ പേര് മുമ്പിൽ വന്നതേ ഉള്ളൂ. ജെസ്സിയാണ് 5 പോയിന്റ്. ജസ്ന 8, ശ്രീദേവി 6, ജെസ്സി 5, ജയശ്രീ 4. നന്നായി. അപ്പോൾ 13ാമത്തെ ചോദ്യം. എത്രയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. 13ാമത്തെ ചോദ്യം. പുതിയ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പാർട്ടിയുടെ പേര് പൂർണ്ണമായിട്ടും പറയണം.
പേര് ഫുള്ളായിട്ട് പറയണം. വിജയിന്റെ പാർട്ടിയുടെ പേര്, അതാണ് ചോദ്യം. അശ്വതി അച്ചുകുഞ്ഞൻ ചോദിക്കുന്നു, അപ്പൊ എനിക്ക് പോയിന്റ് ഇല്ലേന്ന്. ചെറിയ അക്ഷരത്തെറ്റുകൾ പ്രശ്നമില്ല, അല്ലാത്ത മാത്രമേ ഞാൻ ഇതാക്കുള്ളൂ. ഉത്തരം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. തമിഴ് വെട്രി കഴകം എന്നുള്ളതാണ്. തമിഴ് മക്കൾ കഴകമല്ല ശ്രീകുമാരി. തമിഴ് വെട്രി കഴകം എന്നാണ് അതിൻ്റെ ഉത്തരം. ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജസ്ന ജോസാണ് ആദ്യത്തെ ആള്, ശ്രീദേവി രണ്ടാമത്, ജയശ്രീ ജോൺ മൂന്നാമത്. ജസ്ന, ശ്രീദേവി, ജയശ്രീ ജോൺ, ഇവർ മൂന്നുപേരുമാണ്. ഉത്തരം വന്നു, ചോദ്യം കേട്ടില്ല. നെറ്റ് സ്ലോ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുഞ്ഞെ. TVK എന്ന് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. മുഴുവൻ പേര് പറയണം എന്ന് പറഞ്ഞിരുന്നു. തമിഴ് വെട്രി കഴകം ബിനോ മാത്യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തമിഴ് മക്കൾ കഴകമല്ല. ഇന്ന് പരിപാടി ഉള്ളത് മറന്നുപോയി സജിത, അത് കഷ്ടമായിപ്പോയി. തമിഴ് വെട്രി കഴകം എന്ന് മിനി സുന്ദരേശൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരല്പം താമസിച്ചു പോയി. തമിഴക വെട്രി കഴകം എന്നുള്ളതാണ് ശരിക്കും പേര്. അങ്ങനെ തമിഴക വെട്രി കഴകം എന്ന് തന്നെ എഴുതിയ ആരോ ഒരാളുണ്ടായിരുന്നു. തമിഴക വെട്രി കഴകം, അത് ചെറിയ ഒരു ഇത് പ്രശ്നമാക്കുന്നില്ല. തമിഴ് വെട്രി കഴകം, കാരണം നമ്മുടെ ഒരു ഇതിൽ നമ്മൾ തമിഴകം എന്ന് പൊതുവെ പറയാറില്ലാത്തത് കൊണ്ട് അത് വലിയൊരു പ്രശ്നമാക്കുന്നില്ല. ഓക്കെ, തമിഴ് വെട്രി കഴകം. സബിർ ലത്തീഫിയും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തമിഴക വെട്രി കഴകമാണ് കൃത്യം, അവരങ്ങനെയാണ് അതിന് പേരിട്ടിരിക്കുന്നത്, തമിഴ് വെട്രി കഴകം. ഓക്കെ, ലിസി സിബി, എനിക്കൊരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ അത് പറഞ്ഞില്ലല്ലോ എന്ന് ശ്രീകുമാരി ചോദിക്കുന്നു. ഒരു പോയിന്റ്, അത് മൊത്തം പോയിന്റ് ഉള്ളവരുടെയും പറയാം. വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പം മുമ്പിൽ നിൽക്കുന്നവരുടെ പേര് എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഇത് പറഞ്ഞത്. പോയിന്റ് കിട്ടി ആരുടെയും പോയിന്റ് വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കണക്ക് കൂട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അത് അവസാനം പറയാം. പോയിന്റ് ഉള്ളത് ആരുടേതും പോയിട്ടില്ല, ആരുടെയും പോവുകയില്ല, അത് പേടിക്കേണ്ട. ലാസ്റ്റ് എനിക്കൊരു ശകല സമയം തന്നാൽ മതി, അപ്പോൾ അത് നോക്കിയെടുക്കാം. ഇനി നമ്മൾ പോകുന്നത് 14ാമത്തെ ചോദ്യത്തിലേക്കാണ്. 13 ചോദ്യം കംപ്ലീറ്റ് ആയി. 14ാമത്തെ ചോദ്യത്തിലേക്കാണ്. മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ വേഷത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ച സിനിമ ഏതാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും പോയിന്റ് കിട്ടട്ടെ, വേഗം കിട്ടട്ടെ. ടൈപ്പ് ചെയ്തപ്പോൾ ആകം പോയതാണെന്ന് ശ്രീദേവി പറയുന്നു, അതൊക്കെ സംഭവിക്കാം. വയനാട്, അയ്യങ്കാളി, തമിഴ് വെട്രി കഴകം ഒക്കെ ശരിയായിരുന്നു. ലിസി എന്ത് ചെയ്യാനാ കുഞ്ഞ, അത് പോയിന്റ് പോയിട്ടില്ല ലിസി, പേടിക്കണ്ട. ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചറപറാന്ന് അടിക്കുന്നത്. പുറകിലുള്ളവരുടെ പേര് ആദ്യം പറയണം അല്ലേ? ശ്രീകുമാരിയുടെ ആ ഒരു ആഗ്രഹം കൊള്ളാം. ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്. സെല്ലുലോയിഡ് ആണ് ഇതിൻ്റെ ഉത്തരം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ജിഷ റെജി, പിന്നെ ശ്രീദേവി, ജസ്ന ജോസ്. ജിഷ, ശ്രീദേവി, ജസ്ന ജോസ്. സെല്ലുലോയിഡ്. ഓക്കെ, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞു. ബിനോ മാത്യു പറയുന്നു ഞാനാണെന്ന് പറയുന്നു. ബിനോ പക്ഷേ
എനിക്ക് ബിനോയുടെ പേരല്ല കിട്ടിയിരിക്കുന്നത്. വയനാട് സെല്ലുലോയിഡ്. മിനി പറഞ്ഞിട്ടുണ്ട്. വൈശാഖ്, ലിഷ, ജെസ്സി ബാവൻ്റെ പേര് വന്നിട്ടുണ്ട്. അശ്വതി അച്ചുകുഞ്ഞൻ, ബിനോ മാത്യു. ഒരുപാട് പുറയിലായിട്ടാണ് ബിനോ കാണുന്നത്. ഹരി, സജിത, ജയശ്രീ, ശ്രീകുമാരിക്ക് ലോയിഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സെല്ലും കൂടെ ആകായിരുന്നു ശ്രീകുമാരി. സെല്ല് അടിച്ചപ്പോൾ അത്രേ കിട്ടിയുള്ളൂ എന്ന് എനിക്കറിയാം. എനിക്കും ഇതൊക്കെ പറ്റാറുള്ളതാണ്. സെല്ലോയിഡ്. ലിസി സിബി, സാബിറ ലത്തീഫി, സുധീർ, വൈശാഖ് ജയ്, ശ്രീകുമാരി. ഓക്കെ, പലരും ഇതിൻ്റെ ഉത്തരം, ഒരുപാട് പേര് ഇതിൻ്റെ ഉത്തരം ചെയ്ത്, ഒരുപാട് പേര് ഉത്തരം പറയുമെന്ന് എനിക്കറിയാമായിരുന്ന ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യവുമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇത് നമ്മുടെ 15ാമത്തെ ചോദ്യമാണ്. ഒരു ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ ഒറ്റയ്ക്ക് അവതരിപ്പിച്ച നടൻ. ഒരു ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ ഒറ്റയ്ക്ക് അവതരിപ്പിച്ച നടന്റെ പേരെന്താണെന്ന്. ക്വിസ് മാസ്റ്റർ കാണുന്നത് മാത്രമാണ് സത്യം. ഉത്തരം കണ്ടിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണോ ചോദ്യം കേൾക്കുന്നത്? നെറ്റ് പ്രശ്നമാണ്. കമലഹാസൻ ആണെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്, പക്ഷെ അല്ല. എല്ലാവരും കമലഹാസൻ എന്നടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ കമലഹാസൻ അല്ല എന്ന് ഞാൻ പറയേണ്ടി വന്നത്. എനിക്കും അതൊരു പുതിയ അറിവായിരുന്നു. എനിക്കത് സെർച്ച് ചെയ്യേണ്ടി വന്നു. അത് ശരിയാണ്, അത് ഉറപ്പായി. എനിക്ക് കമലഹാസൻ ഞാൻ ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്ന് നോക്കണമല്ലോ എന്ന് ചോദിച്ച് നോക്കിയപ്പോൾ ദാണ്ട കിടക്കുന്നു. അങ്ങനെ അല്ല, 5 കമലഹാസൻ വന്നിട്ടാ ചോദ്യം വരുന്നത്. അത് പേടിക്കണ്ട, കമലഹാസൻ അല്ല ഉത്തരം. അപ്പം അതുകൊണ്ട് ഇപ്പൊ കേട്ടല്ലോ. രാജ് കപൂർ അല്ലല്ലോ. അജയ്, കമലഹാസൻ അല്ല. MGR അല്ല. പുതുരക്തമാണ്. പുതിയ ഓക്കെ. ആളുകളെല്ലാം പോയി ഇപ്പൊ സെർച്ച് ചെയ്തു. ഹരി MGR ഒന്നും അല്ല, ശിവാജി ഗണേശനും അല്ല. ഗൂഗിള് നോക്കി. ഓക്കെ, നോക്കിക്കോ, അല്ലാതെ ഇത് കിട്ടത്തില്ല. എനിക്കും ഒരു രക്ഷയില്ലായിരുന്നു. ഇത് കണ്ട് ഞാനും ഒന്ന് ഞെട്ടിയായിരുന്നു. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ശ്രീദേവി, സായി പ്രഭാകർ അല്ല കുഞ്ഞെ. MGR അല്ല. ചോദ്യം എന്തായിരുന്നു? ഒരു ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ ഒറ്റയ്ക്ക് അവതരിപ്പിച്ച നടന്റെ പേരാണ് ചോദിച്ചത്. ചോദ്യം കേട്ടില്ല അല്ലേ ബിനോ? ഇത്രയും സിമ്പിൾ ചോദ്യമാകുമോ എന്ന് ആദ്യം തോന്നിയതാണ് വൈശാഖിന്. പ്രഭാസ് അല്ല. ജയശ്രീ, ഉത്തരം പക്ഷെ വന്നിട്ടുണ്ട്. 3 പേര് ഉത്തരം ശരിയായിട്ട്, 3 പേരുടെ ഭാഗത്തുനിന്ന് ഉത്തരം ശരിയായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഉത്തരം ശരിയായിട്ട് പറഞ്ഞത്, ഇതിന്റെ ഉത്തരം ജോൺസൺ ജോർജ് എന്നാണ്. ജോൺസൺ ജോർജ്. വൈശാഖ് ജയ് ആണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ജസ്ന ജോസ് രണ്ടാമത്. ജിഷ റിജി അത് കഴിഞ്ഞിട്ട്. ജിഷ റിജോ എന്നാണ്. ജിഷ റിജോ. വൈശാഖ്, ജസ്ന, ജിഷ, ഇവർ 3 പേരാണ് ഇതിന്റെ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇത് ആരാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലാണ് 45 കഥാപാത്രങ്ങൾ, ജീസസും മഹാത്മാഗാന്ധിയും ലിയനാർഡോ ഡാവിഞ്ചിയും ഉൾപ്പെടെ ഒരുമാതിരി എല്ലാവരെയും അവതരിപ്പിച്ചിട്ടുണ്ട്. 45 കഥാപാത്രങ്ങൾ. ഇത് ഡയറക്റ്റ് ചെയ്തത് PR ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മലയാള സിനിമയാണ്. ഇത് ജോൺസൺ ജോർജ് ആണ് ഇതിന്റെ ഉത്തരം. 45 കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി 16ാമത്തെ ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. ബർമയിൽ വേരുകളുള്ള ഒരു മലയാള സാഹിത്യകാരൻ ആരാണ്? ബർമയിൽ
വേരുകളുള്ള മലയാള സാഹിത്യകാരൻ. ആ ജോൺസൺ ജോർജിന്റെ പേര് ഇപ്പോൾ ഒരുപാട് പേര് അടിക്കുന്നുണ്ട്. ശ്രീകുമാരി അടിച്ചു, മിനി സുന്ദരേശൻ പുതിയ അറിവാണെന്ന് പറയുന്നു. എനിക്കും പുതിയ അറിവായിരുന്നു മിനി, നല്ല ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് പറയുന്നു. ഞാൻ ആദ്യം കേൾക്കുന്നു എൻ്റെ കുഞ്ഞ്, ഞാനും ആദ്യമായിട്ടാണ് കേട്ടത്. കമലഹാസൻ എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് വെറുതെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. പറഞ്ഞു വൈശാഖ് പറഞ്ഞു. ഓക്കെ, അതേതാ നടനെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിഞ്ഞൂടാ. ബർമ്മയിൽ വേരുകളുള്ള മലയാള സാഹിത്യകാരൻ. ഒരുപാട് പേര് അതിൻ്റെ ഉത്തരം ശരിയായി അടിക്കുന്നുണ്ട്. കൃഷ്ണൻ മുല്ലപ്പള്ളി എന്നാണ് അല്ലേ? കൃഷ്ണൻ മുല്ലപ്പള്ളി. ഇന്ന് താമസിച്ചു പോയല്ലോ. ഉത്തരം ശരിയാണ്, പക്ഷെ താമസിച്ചു പോയി. ഇതിന് ശരിയായ ഉത്തരം ഖാദർ എന്നുള്ള ശരിയായ ഉത്തരം തന്നിരിക്കുന്നത് ജസ്ന ജോസ്, ജെസ്സി ബാവൻ, ശ്രീദേവി. പോയിന്റ് ഇവർക്ക് 3 പേർക്കാണ്. ജസ്ന, ജെസ്സി, ശ്രീദേവി, ഇവർക്ക് 3 പേർക്കാണ് ഇതിന്റെ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ബർമ്മയിൽ വേരുകളുള്ള സാഹിത്യകാരൻ ഖാദർ. ഓക്കെ, അടുത്ത് ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ കുറെ ആയില്ലേ, നമുക്കൊരു കേട്ടെഴുത്താവാം. ഇത്തവണ കേട്ടെഴുത്തിന് എല്ലാവരും റെഡി ആയിക്കോ. സാബിറ, ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ? 2-3 ഉത്തരം കഴിഞ്ഞിട്ടാണ് ചോദ്യം കേൾക്കുന്നത്. ഈ പ്രശ്നം ക്വിസിൽ പങ്കെടുക്കുമ്പോൾ ഞാനും സ്ഥിരം അനുഭവിക്കുന്നതാണ്. 2, 3, 4 എന്താ ആളുകൾ ഈ ഉത്തരം അടിക്കുന്ന ചോദ്യം എവിടെയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? കേട്ടെഴുത്ത് ഇത്തവണ ഒരു പൂർണ്ണ വാചകമാണ്, അല്ലാതെ ഒരു വാക്കല്ല. പൂർണ്ണമായിട്ടും അടിക്കണം. ഇതിൽ മാത്രം അക്ഷരത്തെറ്റ് ക്ഷമിക്കുന്നതല്ല, അതിന് പോയിന്റ് കിട്ടില്ല. ഈ ചോദ്യത്തിന് 3 പോയിന്റ് തരും. ഒരു ഫുൾ സെന്റൻസ് ആണ്. വാചകം ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കാം, കാരണം ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിലോ എന്ന് വെച്ച്. അപ്പം അത് എനിക്കും നെറ്റ് ഒരുപാട് പേർക്ക് പ്രശ്നമാണ്, എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പം നമ്മുടെ കേട്ടെഴുത്താണ്. കേട്ടെഴുതാൻ എല്ലാവരും റെഡിയാണല്ലോ? റെഡിയല്ലേ? കേട്ടെഴുത്തിലേക്ക് പോയാലോ? ഇപ്പോൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യേണ്ടി വരും, എന്നിട്ട് കോപ്പി അടിക്കണം. ഓക്കെ, ഇത് എൻ പ്രഭാകരനല്ല, കോപ്പി അടിക്കാൻ പറ്റുന്നതല്ല, ഇത് നിങ്ങൾ എഴുതുക തന്നെ വേണം. കേട്ടെഴുത്താണ്. കേട്ടെഴുത്തിൻ്റെ സെൻറ്റൻസ് ഞാൻ പറയാൻ പോവുകയാണ്. സുധാകരനും ജഗന്നാഥനും, എഴുതിക്കോ. സുധാകരനും ജഗന്നാഥനും ഒരു മിഥുനമാസരാവിൽ ദുര്യോധനവധം കഥകളി കാണാൻ പോയി എന്നാണ് എഴുതേണ്ടത്. സുധാകരനും ജഗന്നാഥനും ഒരു മിഥുനമാസരാവിൽ ദുര്യോധനവധം കഥകളി കാണാൻ പോയി. ഇത് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സാധനമല്ല. കുട്ടക്ഷരങ്ങളിൽ എഴുത്തുകാരെല്ലാം എഴുതൂ. സുധാകരനും ജഗന്നാഥനും ഒരു മിഥുനമാസരാവിൽ ദുര്യോധനവധം കഥകളി കാണാൻ പോയി. സുധാകരനും ജഗന്നാഥനും ഒരു മിഥുനമാസരാവിൽ ദുര്യോധനവധം കഥകളി കാണാൻ പോയി. വരട്ടെ. സുധാകരനും ജഗന്നാഥനും ഒരു മിഥുനമാസരാവിൽ ദുര്യോധനവധം കഥകളി കാണാൻ പോയി. പോരട്ടെ. സുധാകരനും ജഗന്നാഥനും ഒരു മിഥുനമാസരാവിൽ ദുര്യോധനവധം കഥകളി കാണാൻ പോയി. നമ്മുടെ ടീമംഗങ്ങളെല്ലാം ബഹുമിടുക്കരാണ്. എല്ലാവരും ഗംഭീരമായിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതുന്നുണ്ട്. ഒരു തെറ്റും കൂടാതെ കൃത്യമായിട്ടാണ് എഴുതുന്നത്. എങ്കിലും ഇതിലെ ഏറ്റവും വലിയ മിടുക്കി ജയശ്രീയാണ്. ജയശ്രീ അത് വളരെ വേഗത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് എഴുതിയത് ജെസ്സി ബാവനാണ്. മൂന്നാമത് ശ്രീദേവി. വേറെ ഒരുപാട് പേര് ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്.
സുധാകരനും ജഗന്നാഥനും മിഥുനമാസ രാവിൽ കഥകളി കാണാൻ പോയത് വളരെ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ട്. ജയശ്രീ, ജെസ്സി, മിനിക്ക് അത് കിട്ടുന്നില്ല എന്നാണ് മിനി പറയുന്നത്. ശ്രീകുമാരി, പഴയ ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ കുമാരി അടിക്കുന്നത്. നെറ്റ് ഇത്രയും സ്ലോ ആണോ? പവിത്ര ഉണ്ണിയും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു മിഥുനമാസ രാവിൽ എന്നുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. പക്ഷേ അതിനു മുന്നേ തന്നെ ജയശ്രീയും ജെസ്സിയും ശ്രീദേവിയും അത് ശരിയാക്കിയിട്ടുണ്ട്. പവിത്രയുടെ ഉത്തരവും ശരിയാണ്. പിന്നെ ആരൊക്കെയാണ് ഇത് ശരിയാക്കിയിരിക്കുന്നത്? സെജി രാജീവ്, മിഥുനമാസ രാവിൽ ദുര്യോധനവധം കഥകളി കാണാൻ പോയി. സെജി കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അശ്വതി, ഒരു മിഥുനമാസ രാവിൽ അവിടെ ദുര്യോധനത്തിന് അശ്വതിയുടെ ധാ തെറ്റിപ്പോയി. ദുര്യോധനമല്ല, ദുര്യോധനവധമാണ്. മിനി സുന്ദരേശൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സെജി, ലിസി, ഓക്കെ. രാവ് വിട്ടുപോയി പവിത്ര. കുഴപ്പമില്ല, രാവ് വിട്ടുപോയത് കൊണ്ടല്ല പവിത്രയ്ക്ക് പോയിന്റ് വരാഞ്ഞത്, ഒരു പൊടിക്ക് താമസിച്ചു പോയത് കൊണ്ടാണ്. ബിനോ മാത്യു, ജഗന്നാഥിന് ഒരു മിഥുനമാസം ഇച്ചിരി മാസമായിപ്പോയി. ഒരു മതിയായിരുന്നു. രാവിലെ ദുര്യോധനവധം കഥകളി കാണാൻ പോയി. കുഴപ്പമില്ല, രാവ് വിട്ടുപോയത് കുഴപ്പമില്ല. സുധാകരനും ജഗന്നാഥനും, ശ്രീകുമാരിക്കൊരു ജഗന്നാഥൻ, അവിടെയാണ് ശ്രീകുമാരിക്കൊരു മിസ്റ്റേക്ക് വന്നത്. കുഴപ്പമില്ല. ദുര്യോധനൻ എന്ന് മറന്നുപോയി സജിത പറയുന്നു. കുഴപ്പമില്ല സജിത, എല്ലാവരും അത് നന്നായിട്ടാണ് ചെയ്തത്. അടുത്ത നമ്മുടെ 18ാമത്തെ ചോദ്യമാണ്. MT വാസുദേവൻ നായർ മറ്റൊരു സാഹിത്യകാരനുമായി ചേർന്ന് എഴുതിയ ഒരു നോവലുണ്ട്. 2 പേര് ചേർന്ന്, MTയും വേറെ ഒരു സാഹിത്യകാരനും കൂടെ ചേർന്ന്. അപ്പോൾ അതിൻ്റെ ഈ കോറൈറ്റർ ആരാണ്, ഈ നോവൽ ഏതാണ്? 2 ഉത്തരവും പറയണം. 2 പോയിന്റ് ഉണ്ട് ഇതിന്. 2 ഉത്തരവും ശരിയാക്കുന്ന ആളുകൾക്കേ പോയിന്റ് ഉള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിന്. കേട്ടെഴുത്ത് ശരിയാക്കി എല്ലാവർക്കും പോയിന്റ് വേണമെന്ന് പറയുന്നുണ്ട്, അത് തരാം. അതൊരു ന്യായമായ ഒരു ഇതാണ്. കേട്ടെഴുത്ത് ശരിയാക്കി എല്ലാവർക്കും. പക്ഷെ ഇപ്പം നോക്കാൻ പറ്റില്ല, ഞാൻ ലാസ്റ്റിൽ നോക്കിയിട്ട് കേട്ടെഴുത്ത് ശരിയാക്കിയ എല്ലാവർക്കും പോയിന്റ് തരാം. ഞാൻ ഒന്നും കൂടി പറയുന്നു, അത് മാത്രം എഴുതിയവർക്ക് വീണ്ടും എഴുതാൻ അവസരമുണ്ട്. 2 ഉത്തരവും ഒരുമിച്ച് വരണം. 2 ഉത്തരവും ഒരുമിച്ച് എഴുതിയാലാണ് പോയിന്റ് കിട്ടുന്നത്. കൃഷ്ണൻ മുല്ലപ്പള്ളി 2 ഉത്തരവും എഴുതണം. 2 ഉത്തരം 2ആയിട്ടാണ് തന്നിരിക്കുന്നത്, പക്ഷെ അത് കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. വരട്ടെ. കൃഷ്ണൻ മുല്ലപ്പള്ളി 2 ഉത്തരവും ഒരുപാട് പേര് ഇതിൻ്റെ ശരിയായ ഉത്തരം പറയുന്നുണ്ട്. ഇതിൽ എൻ്റെ സ്ക്രീനിൽ ആദ്യം കാണുന്നത് കൃഷ്ണൻ മുല്ലപ്പള്ളിയുടെ പേരാണ്. അദ്ദേഹം 2 സ്ഥലത്തായിട്ടാണ് അത് അടിച്ചത്, എങ്കിലും 2ഇടത്തും വേഗത്തിൽ തന്നെ അടിച്ചു. കൃഷ്ണൻ മുല്ലപ്പള്ളിക്ക് ഒരു പോയിന്റ്, 2 പോയിന്റ് വെച്ചിട്ടാണ് ഇതിന് കൊടുക്കേണ്ടത്. കൃഷ്ണൻ മുല്ലപ്പള്ളിക്ക് 2 പോയിന്റ്, ജെസ്സി ബാവന് 2 പോയിന്റ്, വൈശാഖ് ജിക്ക് 2 പോയിന്റ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അറബി പൊന്ന് എന്നാണ് നോവലിൻ്റെ പേര്. NP മുഹമ്മദുമായിട്ട് ചേർന്നിട്ടാണ് MT ഈ നോവൽ രചിച്ചിട്ടുള്ളത്. NP മുഹമ്മദ്, അറബി പൊന്ന്. 2 ഉത്തരവും കറക്റ്റാക്കി ആദ്യം എഴുതിയത് കൃഷ്ണൻ മുല്ലപ്പള്ളിയാണ്. ജെസ്സി ബാവൻ, വൈശാഖ് ജയ്, ഇവർ 2 പേരുമാണ് തൊട്ടടുത്ത്. അറബി പൊന്ന് P മുഹമ്മദ് എന്നാണ് ജിഷ റജി എഴുതിയത്. ഞാനും 2ആയി തന്നത് എന്ന് ശ്രീദേവി. അത് ആദ്യം കിട്ടിയ ഉത്തരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അറബി പൊന്ന് മുഹമ്മദ് എന്ന് ബിനോ മാത്യു എഴുതിയിട്ടുണ്ട്. അറബി പൊന്ന് NP മുഹമ്മദാണ്. NP മുഹമ്മദ് എന്ന ലിസി സിബി. ഒരുപാട് പേര് ഇത് ശരിയാക്കിയിട്ടുണ്ട്.
നമുക്കെന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 19ാമത്തെ ചോദ്യമാണ്, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന മലയാള നോവൽ ആരാണ് എഴുതിയത്? ഒരുപാട് പുതിയ പുതിയ നോവലുകൾ, പുതിയ ഒരുപാട് ഭാഷ്യങ്ങൾ ശ്രമിച്ച നോവലുകളൊക്കെ ഉണ്ട്. പഴയ രീതികൾ മാറ്റി പുതിയ രീതിയിൽ വന്നിട്ട് ഓരോരുത്തരുടേതായ ആ എഴുത്തുകാരൻ്റേതായ കണ്ണിലൂടെ ഓരോ കഥാപാത്രങ്ങളെ കണ്ടുകൊണ്ട് എഴുതിയ ഒരുപാട് നോവലുകൾക്ക് പ്രചോദനമായ ഒരാദ്യ നോവൽ എന്ന് പറയാം ഇനി ഞാൻ ഉറങ്ങട്ടെ. ഈ മലയാള നോവൽ ആരാണ് എഴുതിയത്? പ്രശസ്തമായ പല നോവലുകൾക്കും വഴിവെച്ച ശരിയായ ഉത്തരം വരുന്നുണ്ട്. ഇനിഷ്യല് ഇല്ലാതെ ആണ് ആദ്യം എഴുതിയിരിക്കുന്ന ആളുകൾ എഴുതിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, അതിന് പോയിന്റ് കൊടുക്കാം. കുമാരി MT വാസുദേവൻ നായർ അല്ല. അത് രണ്ടാമൂഴത്തെ ഉദ്ദേശിച്ചാണ്. അത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് കുമാരിക്ക് അങ്ങനെ എഴുതാൻ തോന്നിയത്. ശ്രീദേവി, ഇതിനെ ഞാൻ മിനി സുന്ദരേശൻ ആണ് ആദ്യം അടിച്ചത്. മിനി ബാലകൃഷ്ണൻ മാത്രമേ എഴുതിയിട്ടുള്ളായിരുന്നു. എങ്കിലും മിനിക്ക് അതിന് പോയിന്റ് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിനി ഏകദേശം എൻ്റെ പ്രായത്തിലുള്ള ഒരാളാണ്. ഈ ഇൻഷ്യലൊക്കെ ഇപ്പോൾ ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ആനുകൂല്യം മിനിക്ക് തന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇൻഷ്യലൊക്കെ പണ്ടൊക്കെ സ്വിച്ച് ഇട്ടതുപോലെയൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കി മിനിക്ക് പോയിന്റ് തരികയാണ്. മിനി സുന്ദരേശൻ, വൈശാഖ് ജയ്, സാബിറ ലത്തീഫി. അപ്പം സാബിറയും മിനിയും പോയിന്റിലേക്ക് വന്നു. സന്തോഷം. സാബിറയും എനിക്ക് തോന്നുന്നു ഇനിഷ്യൽ മറന്നുപോയി. MV ബാലകൃഷ്ണൻ എന്ന് ഇനിഷ്യൽ അറിഞ്ഞുകൂടെങ്കിൽ അടിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ശ്രീദേവിക്ക് ഞാനൊരു ഉപദേശം തരാം. ജയശ്രീ ജോണൊക്കെ കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വതി അച്ഛൻ കുഞ്ഞ്, ഞാനും ആദ്യം എഴുതി എന്ന് പറയുന്നു. എന്ത് ചെയ്യാനാ, കുഞ്ഞ് കാണുന്നില്ല ഇവിടെ. അപ്പം PK ബാലകൃഷ്ണൻ ഫൈസ് പറഞ്ഞിട്ടുണ്ട്. നല്ല കടുപ്പമുള്ള നോവലാണ്, സത്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. ജസ്ന ജോസ് പറഞ്ഞിട്ടുണ്ട്. സെജി രാജീവ് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ മുല്ലപ്പള്ളി, ജസ്ന ജോസ്, ജിഷ, ഒരുപാട് പേര് അതിൻ്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമ്മുടെ സമയം ആദ്യം വന്ന ആളെന്നുള്ള നിലയിലാണ് ഇവർക്ക് 3 പേർക്ക് നമ്മൾ പോയിന്റ് കൊടുക്കുന്നത്. ഇനി 20ാമത്തെ ചോദ്യം. വിശ്വപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ ഡോസ്റ്റോവ്സ്കിയുടെ ജീവിതം പ്രമേയമാക്കി ഇറങ്ങിയ ഒരു മലയാള നോവലുണ്ട്. വളരെ മനോഹരമായ നോവലാണ്. ആരാണത് എഴുതിയത്? നോവലിൻ്റെ പേരെന്താണ്? ഫിയോഡോർ ഡോസ്റ്റോവ്സ്കിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രണയ ജീവിതം പ്രത്യേകിച്ച് അത് ആസ്പദമാക്കി എഴുതിയ പ്രശസ്തമായ ഒരു നോവൽ. ജയശ്രീ ജോണിൻ്റെ ഉത്തരം ഞാൻ വളരെ വേഗത്തിൽ പ്രതീക്ഷിക്കുന്നു. ഹൃദയത്തിന് മേലെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ എന്നുള്ള മനോഹരമായ വരികളൊക്കെയുള്ള നോവലാണ്. രണ്ടുത്തരവും എഴുതണം കേട്ടോ, കുഴപ്പമില്ല. ആദ്യം അടിച്ചവർക്ക് 2 ചോദ്യം ഉണ്ട്. അതിന് ആരെഴുതി, നോവലിൻ്റെ പേരെന്താണ്. അടിച്ചവർക്ക് വീണ്ടും വിട്ടുപോയ ഭാഗം അടിക്കാം, അതിന് കുഴപ്പമില്ല. അന്ന കരീന അല്ല. ഒരുപാട് പേര് ശരിയായ ഉത്തരം പറയുന്നുണ്ട്. എൻ്റെ പവിത്ര ഉണ്ണി ആക്കുവാന്നോ? അതിൻ്റെ ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ഇതിൽ 2 ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നവർക്കാണ് പോയിന്റ് കൊടുക്കേണ്ടത്. 2 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുള്ളത്
ശ്രീദേവി, ഹരി പുല്ലൂർ, കൃഷ്ണൻ മുല്ലപ്പള്ളി. ഇവർ 3 പേരുമാണ് സ്ക്രീനിൽ ആദ്യം കാണുന്നത്. ശ്രീദേവി, ഹരി, കൃഷ്ണൻ മുല്ലപ്പള്ളി. ഇവർ 3 പേരുമാണ് ആദ്യം ഈ 2 ഉത്തരവും ശരിയാക്കി പറഞ്ഞിട്ടുള്ളത്. ഒരു സങ്കീർത്തനം പോലെ അജയ് മുരളി പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് ടൈപ്പ് ചെയ്ത് ഒപ്പിക്കാനുള്ള പാട് സത്യം. ലിസി സിബി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നു. എന്ത് ചെയ്യാനേ, എനിക്ക് കാണുന്നില്ല. ഏറ്റവും അവസാനത്തെ കമൻ്റായിട്ട് അത് കിടക്കുന്നത്. ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടം ഒന്ന് ഫൈസ് പറഞ്ഞിട്ടുണ്ട്. എഴുതിയത് പെരുമ്പടമാണെന്ന് അശ്വതി പറഞ്ഞു. അനിതാ ചന്ദ്രൻ പാവങ്ങളല്ല. ജയശ്രീ ഇച്ചിരി താമസിച്ചു പോയി. ജയശ്രീ ആയിരിക്കും ഇതിന് ഉത്തരം ആദ്യം പറയാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. മിനി ഓക്കെ. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യമാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികൾ? വളരെ പ്രശസ്തമായ വരികളാണ്. മാനിക്കയില്ല ഞാൻ മാനവമൂല്യങ്ങൾ മാനിച്ചിടാത്തൊരു നീതിശാസ്ത്രത്തെയും എന്നാണ് അടുത്ത വരി. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണ്? ചറവറാന്ന് ഉത്തരം വരുന്നുണ്ട്. ഫൈസ് ചങ്ങമ്പുഴയല്ല. ജയശ്രീ കുറച്ച് വൈകിപ്പോയി. അജയ് മുരളി, സാബിറ ലത്തീഫി, ഇവരെല്ലാം ശരിയായ ഉത്തരം പറയുന്നുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് ശ്രീദേവിയാണ്. ശ്രീദേവി നമ്പ്യാർ, ജെസ്സി ബാവൻ, ജസ്ന ജോസ്. ഇവർ 3 പേരുമാണ്. ഇതിൻ്റെ ഉത്തരം വയലാർ രാമവർമ്മ എന്നാണ്. അത് ശരിയായ ഉത്തരം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാവരും തന്നെ അത് കറക്റ്റായിട്ടാണ് അടിച്ചിരിക്കുന്നത്. ലിസി സിബി, സജിത, ശ്രീകുമാരി, സാബിറ ലത്തീഫി, സെജി, അവരെല്ലാവരും ശരിയായിട്ടാണ് ഇത് അടിച്ചിരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ മലയാള നടൻ. ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ, നല്ല നടനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയിട്ടുള്ള നടൻ. ഈസി ക്വസ്റ്റ്യൻ. വരട്ടെ. മോഹൻലാൽ അല്ല, ജസ്ന. ഉത്തരങ്ങൾ ചെറുപറാന്ന് വരുന്നുണ്ട്. വളരെ നിസ്സാരമായ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അങ്ങ് പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഉത്തരം തൂക്കിയിരിക്കുന്നത് നമ്മുടെ ജയശ്രീ ജോണാണ്. മമ്മൂട്ടി ആണ് ആദ്യമായി അത് പറഞ്ഞിരിക്കുന്നത്. ജയശ്രീയാണ്. പിന്നെ ശ്രീദേവി ഒരു പോരാളിയാണ്. പിന്നെ വൈശാഖ് ജയ്. ജയശ്രീ, ശ്രീദേവി, വൈശാഖ് ജയ്. മമ്മൂട്ടിയാണ് ഉത്തരം. അത് ഇവർ 3 പേരുമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ അല്ല, ലിസി. സജിത ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജയ് പറഞ്ഞിട്ടുണ്ട്. മിനി സുന്ദരേശൻ, സാബിറ ലത്തീഫി, ശ്രീകുമാരി, ബിനോ മാത്യു, അവരെല്ലാവരും ശരിയായിട്ട് പറഞ്ഞു. ലിഷ, ശ്രീധർ, ഹരി പുല്ലൂർ, ജെസ്സി ബാവൻ, അശ്വതി അച്ചുകുഞ്ഞൻ, ഇവരെല്ലാം കറക്റ്റായിട്ടാണ് പറഞ്ഞ. ഫൈസ്, ഇവരെല്ലാവരും കറക്റ്റായിട്ട് ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജസ്ന, വൈശാഖ് ജി. ഓക്കെ. അടുത്തത് ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ബാല്യകാല സഖി ആരുടെ കൃതിയാണ്?
നിങ്ങൾക്കൊക്കെ ഒരുപാട് പോയിന്റ് കിട്ടണമെന്ന് വിചാരിച്ചുള്ള ചോദ്യങ്ങളാണ്. ബാല്യകാലസഖി ആരുടെ കൃതിയാണ്? ക്വസ്റ്റ്യൻസ്. ബാല്യകാലസഖി ആരുടെ കൃതിയാണ്? വളരെ വളരെ വേഗത്തിലാണ് ആളുകൾ അടിക്കുന്നത്. ജസ്ന ജോസ്, ശ്രീദേവി, ജയശ്രീ, ഇവർ 3 പേരുമാണ് ഇതിൻ്റെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ജസ്ന, ശ്രീദേവി, ഒരുപാട് പേര് ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞത് ഇവർ 3 പേരുമാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബഷീർ നേരിട്ട് അടിച്ചിട്ടുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിന് ഫുൾ അടിച്ചിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് പേര് ഇതിൻ്റെ ഉത്തരം ശരിയായി. ലിസി സിബി പറഞ്ഞിട്ടുണ്ട്, വൈശാഖി, അജയ്, സാബിറ ലത്തീഫി, ഹരി പുല്ലൂർ, അശ്വതി അച്ചുകുഞ്ഞൻ. അപ്പം ഇനി എനിക്ക് നമുക്ക് ഒരു ചോദ്യം കൂടിയൊക്കെ ആയിട്ട് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എല്ലാവർക്കും ഒത്തിരി പോയിൻ്റൊക്കെ ആയില്ലേ? അതോ തുടരണോ? കുറച്ചുകൂടെ മുന്നോട്ട് പോകണോ? അതോ കുറച്ചുകൂടെ മുന്നോട്ട് പോകണോ? എളുപ്പത്തിനാണ് ഇങ്ങനെ തന്നത്, മുഴുവൻ അറിയാതെ അല്ല, അത് സമ്മതിച്ചു. ഓക്കെ, ഇരുപത്തിനാല് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 25ാമത്തെ ഒരു ചോദ്യം കൂടെ ചോദിച്ചേക്കാം. രജനീകാന്ത് അഭിനയിച്ച ഇംഗ്ലീഷ് ചിത്രം. രജനീകാന്ത് അഭിനയിച്ച ഇംഗ്ലീഷ് ചിത്രം. കേരളത്തിലും രജനീകാന്തിന് ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ടാണ് രജനീകാന്തിൻ്റെ ഒരു സിനിമ ചോദിക്കുന്നത്. രജനീകാന്ത് അഭിനയിച്ച ഒരു ഇംഗ്ലീഷ് ചിത്രം. ജസ്ന ടൈം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചത്. സ്വാഭാവികം. വിശക്കാൻ തുടങ്ങി, ഹരി നിർത്താൻ പോവാണേ. ഓക്കെ, തുരുതുരാന്ന് ഉത്തരം വരുന്നുണ്ട്. എല്ലാവരും ശരിയായിട്ടാണ് ഉത്തരം തരുന്നത്. ഗൂഗിൾ ഇത് കറക്റ്റായിട്ട് വഴി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടില്ല. ആദ്യം ഇതിൻ്റെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞത് ജസ്ന ജോസ് ആണ്. ജസ്ന ജോസ്, രണ്ടാമത് ശ്രീദേവി നമ്പ്യാർ, മൂന്നാമത് ശ്രീകുമാരി. ജസ്ന, ശ്രീദേവി, ശ്രീകുമാരി, ഇവർ 3 പേരുമാണ് ഇതിൻ്റെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാനിത് ആദ്യമായി കേൾക്കുന്നു. സിൽവർ സ്റ്റോൺ അല്ല, കൃഷ്ണൻ മുല്ലപ്പള്ളി ബ്ലഡ് സ്റ്റോൺ ആണ്. അതൊരു ഓർമ്മയെന്ന് പറഞ്ഞാന്ന് എനിക്കറിയാം. അത്രയും ഓർക്കുന്നല്ലോ, അത്രയും അത് ഓർത്തിരിക്കുന്നല്ലോ, അതൊരു സന്തോഷം. ജയശ്രീ, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നു എന്ന് ജയശ്രീ പറയുന്നു. ഞാനും ഏതാണ്ട് ആദ്യമായിട്ടൊക്കെ തന്നെയാണ് കേട്ടത്. പിന്നെ ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് ചോദിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ മാർക്കൊക്കെ ഒന്ന് കൂട്ടിയെടുക്കട്ടെ. എല്ലാവർക്കും ആരുടെയും പോയിന്റ് ഒന്നും വിട്ടുപോയിട്ടില്ല കേട്ടോ, ആരും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ കണ്ട സിനിമയാണ്, ഗൂഗിളല്ല. ശ്രീദേവി കണ്ടതായിരിക്കും എന്ന് എനിക്കറിയാം. ഓക്കെ, ശ്രീദേവിയൊക്കെ ചെറുപ്പക്കാരൊക്കെ ഇതൊക്കെ കാണുമല്ലോ. ജയശ്രീയും ചെറുപ്പമാണ് കേട്ടോ, അത് ഞാൻ ഈ ജയശ്രീ വയസ്സാക്കിയെന്ന് വിചാരിക്കണ്ട. പിന്നെ അപ്പോൾ ഇത് കൂട്ടാനുള്ള ഒരു സമയം തരണം, അതിൻ്റെ ഒരു താമസമേ ഉള്ളൂ. നിങ്ങൾ കേൾക്കാത്തൊരു ഫിലിം അസംഭവ്യം നടിച്ചിരിക്കുന്നു. ജയശ്രീയെ ഉദ്ദേശിച്ചാണ്, എന്നെ ഉദ്ദേശിച്ചല്ല. ഞാൻ കേൾക്കാത്ത ഒരുപാട് സിനിമകളുണ്ട്. ഞാനിപ്പോൾ സിനിമയുടെ ലോകത്തുനിന്ന് ഒരുപാട് വിട്ടു നിൽക്കുന്ന ഒരാളാണ്. പോയിന്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പോയിന്റ് കൂട്ടി തീർന്നാലുടനെ ഞാൻ പറയാം. ഇനി പോയിന്റിനല്ലാതെ ഞാൻ ഒരു ചോദ്യം, ഇത് പോയിന്റിനുള്ള ചോദ്യമല്ല, പോയിന്റിനല്ലാതെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഞാൻ പാടണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത്രയും ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ പാടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പം, അതുകൊണ്ട് പാടുന്നില്ല. ഞാൻ പറയാം,
പൂവാങ്കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്തുപോലുള്ള മനസ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ജയശ്രീക്കും വലിയ ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പവിത്രയും പാട്ടുകാരിയല്ലേ, പവിത്രയ്ക്കും ഇഷ്ടമായിരിക്കും. പൂവാങ്കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്തുപോലുള്ള മനസ്സ് എന്ന് തുടങ്ങുന്ന മനോഹരമായ മലയാള പാട്ട് എഴുതിയത് ആരാണെന്ന്, ആ ഗാനം ആരാണ് രചിച്ചതെന്ന് പറഞ്ഞാൽ മതി. ഇതിന് പോയിന്റ് ഇല്ല കേട്ടോ. ആരെങ്കിലും അടിക്കുന്നുണ്ടോ? പൂവാങ്കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്തുപോലുള്ള മനസ്സ്, ദളപതി എന്തിരൻ 1 and 2 ചാൽമസ്. ശ്രീദേവി കട്ടയ്ക്ക് നിൽക്കുകയാണ്. ശ്രീദേവി അതിൻ്റെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പേരും കൂടി പറഞ്ഞത് ഞാൻ ചോദിക്കാഞ്ഞിട്ടും. കാവാലം എഴുതിയതാണ് വാടകയ്ക്കൊരു ഹൃദയം എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നാണ്. കാവാലമാണെന്ന് ജസ്നെ അടിക്കുന്നു. ഹരി പറഞ്ഞിരിക്കുന്നു ഈ പാട്ടപ്പോൾ ഒരുപാട് പേർ, ലിസി, ONV അല്ല, ഒരുപാട് പേർക്ക് ഈ പാട്ട് ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഹരി അത് ശരിയാക്കിയിട്ടുണ്ട്. ബിനോ മാത്യു കാവാലമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആരല്ല, ശ്രീകുമാരി നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ, കാവാലം നാരായണ പണിക്കർ. മിനി കാവാലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എളുപ്പമുള്ളത് ചോദിച്ചതുകൊണ്ട്. ഓക്കെ. ജയശ്രീ ജോൺ, ഞാനും ഇത് വിചാരിച്ചു. സമയം ഇത്രയായി എന്ന് ഞാൻ കണ്ടില്ല ജയശ്രീ, അതുകൊണ്ടാണ്. സമയം കുറേ ആയി. ഇനിയും ഒരു 10-30 ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ തന്നെ ഉത്തരത്തിലൊന്നും പോയിട്ടില്ല. ഇനി പോയിന്റ് ഇല്ലാത്ത ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞേക്കാം. ബിനോ മാത്യു, അയ്യോ. ഓക്കെ. ആരുടെയും പോയിന്റ്സ് ഒന്നും വിട്ടുപോകത്തില്ല കേട്ടോ. നിങ്ങളുടെ പോയിന്റ് പോകുമെന്ന് വിചാരിച്ച് ആരും ഇതാവണ്ട. ഇന്ന് ആരായിരിക്കും ഒന്നാമതെത്തിയിരിക്കുന്നതെന്ന് വല്ല ഊഹമുണ്ടോ? ഒന്ന് അടിക്കാമോ? അതൊന്ന് പറയാമോ ആർക്കെങ്കിലും? ഇന്ന് ആരായിരിക്കും മുന്നിലെത്തിയിരിക്കുന്നത്? ഒന്ന് ഗസ് ചെയ്യും. ഒന്ന് ഗസ് ചെയ്യാമോ? ആരായിരിക്കും ഇന്നത്തെ വിജയി? ഒന്നാമതെത്തിയിരിക്കുന്ന ആരായിരിക്കും? ശരിയാണ്, ജസ്നയാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. ജസ്നയ്ക്ക് 17 പോയിന്റ് ഉണ്ട്. അഭിനന്ദനങ്ങൾ ജസ്ന. ജസ്നയ്ക്ക് 17 പോയിന്റുമായിട്ട് ശ്രീദേവിയും അത് കറക്റ്റായിട്ടാണ് ഗസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രീദേവി വെറുതെ ഗസ് ചെയ്തിട്ട് പോകണ്ട. രണ്ടാമത് ശ്രീദേവിയാണ് എത്തിയിരിക്കുന്നത്. ശ്രീദേവിക്ക് 16 പോയിന്റ് ഉണ്ട്. ശ്രീദേവിയാണെന്നാണ് വൈശാഖ് പറഞ്ഞത്. ഒറ്റ പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ജസ്നയ്ക്ക് 17 പോയിന്റ്, ഒന്നാമത് ജസ്ന. ശ്രീദേവി രണ്ടാമത് 16 പോയിന്റ്. ശ്രീദേവിയാണെന്ന് വൈശാഖ് പറഞ്ഞിരിക്കുന്നു. ജസ്നയാണെന്ന് ജെസ്സി ബാവൻ. ഓക്കെ, അപ്പോൾ ജസ്ന തന്നെയാണ്. നിങ്ങളുടെ ഊഹം ശരിയാണ്. ജസ്നയ്ക്ക് 17 പോയിന്റ് ഉണ്ട്. ശ്രീദേവിക്ക് 16 പോയിന്റ്. ജെസ്സിക്ക് 10 പോയിന്റ്. ജയശ്രീ 8. വൈശാഖിന് 7 പോയിന്റ്. ശ്രീകുമാരിക്ക് 2. അശ്വതി അച്ചുകുഞ്ഞന് 2. സെജി രാജീവിന് 2. ജിഷ റിജോയ്ക്ക് 2. ഹരി പുല്ലൂറിന് 4. കൃഷ്ണൻ മുല്ലപ്പള്ളിക്ക് 4. മിനി സുന്ദരേഷിന് 2. സാബ്ര ലത്തീഫിക്ക് 1. ഇത്രയും പോയിന്റുകളാണ്. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും ഓരോ പോയിന്റ്, മുഴുവൻ പേർക്കും ഓരോ പോയിന്റ് പങ്കെടുത്തതിന്റെ സന്തോഷത്തിൽ. അപ്പോൾ ഒന്നും കൂടി പോയിന്റ് നില പറയാം. ജസ്ന 17 പോയിന്റുമായിട്ട് ഒന്നാമത്. ശ്രീദേവി 16 പോയിന്റുമായിട്ട്, ഒരു പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. 16 പോയിന്റുമായിട്ട് ശ്രീദേവി രണ്ടാമത്. ജെസ്സി 10 പോയിന്റുമായി മൂന്നാമത്. ജയശ്രീ 8. വൈശാഖ് 7. ശ്രീകുമാരി 2. അശ്വതി അച്ചുകുഞ്ഞൻ 2. സെജി രാജീവ് 2. ജിഷ റജോ 2. ഹരി പുല്ലൂർ 4. കൃഷ്ണൻ മുല്ലപ്പള്ളി 4. മിനി സുന്ദരേശൻ 2. സാബിറ 1. ഹരിക്ക് അവിടെ നെറ്റേ ഇല്ലെന്ന് പറഞ്ഞിട്ട് 4 പോയിന്റ് ഉണ്ടല്ലോ ഹരിക്ക്. ഇത്രയും മണ്ടത്തരം പറ്റിയിട്ട് 17 പോയിന്റ്. ഞാൻ ഞെട്ടി മാമ. മക്കൾക്ക് 16 പോയിന്റ് അല്ലേ? ശ്രീദേവിക്ക് 16. വലിയ മണ്ടത്തരമൊന്നും പറ്റിയിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് ജെസ്സി ബാവൻ പറയുന്നു. ജയശ്രീ, എൻ്റെ വകയും ഒരു കൺഗ്രാറ്റുലേഷൻ. 2 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. 3 പേർക്കും, അല്ല പങ്കെടുത്ത എല്ലാവർക്കും. നല്ല ലൈവ് ഇനിയും ചെയ്യുമെന്ന് ഞാൻ പെട്ടപാട് എനിക്കറിയാം.
അത് ആദ്യം ആയതുകൊണ്ടാണ് കേട്ടോ. അടുത്ത തവണയാണെങ്കിൽ പിടിച്ചു തന്നേക്കുമെന്ന് തോന്നുന്നു. അപ്പം സന്തോഷം. ഇങ്ങനെ നമ്മളൊരു ലൈവ് വെച്ചപ്പോൾ എല്ലാവരും അതിൽ വന്ന് ഒരു വല്ലാത്ത സമയമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ വന്ന് ഇതിൽ പങ്കെടുത്തതിന്. ശ്രീദേവി സോറി 16 കുഴപ്പമില്ല, ഒരു പോയിന്റിന്റെ വ്യത്യാസം വലിയ വ്യത്യാസമല്ല. അപ്പം ശ്രീദേവി പതിവ് പോലെ കസറി എല്ലാവരും നല്ലതായിട്ട് പങ്കെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ചെയ്താലെങ്കിലും അവസാനം കിട്ടണം എന്നുദ്ദേശിച്ചുള്ള ചോദ്യങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആളുകൾ ബുദ്ധിമുട്ടരുതല്ലോ. അവസാനം ഞാൻ വല്ലയിടത്തുനിന്നൊക്കെ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഉത്തരമേ കിട്ടാതായ പ്രശ്നമാണല്ലോ. ഇനി നമുക്കിതൊരു സ്ഥിരം പരിപാടിയാക്കാം. ഓക്കെ. കുഞ്ഞാപ്പും കൂടെ സമ്മതിക്കണം. എൻ്റെ ദൈവമേ, ഇത് മറ്റേ ചിരിയാ കുഞ്ഞേ. നല്ല ചോദ്യങ്ങൾ, നല്ല അവതരണം, നല്ല ചിരി എന്ന് പറയുന്നത് ഇത് മറ്റേ കിളി പോയി കഴിയുമ്പോഴുള്ള ചിരിയാണ്. തുടക്കം അങ്ങനെയായിരുന്നു, ഒന്ന് കാണണമായിരുന്നു. ആദ്യം ഇത് ശരിക്കും എങ്ങോട്ടാ പോകുന്നതെന്നറിയാതെ ഞാൻ വിഷമിച്ചു. എങ്ങനെയെന്ന് ഐഡിയാസ് പറയാമോ എന്ന്. ലൈവ് ക്യൂസ് ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ ഒരുപാട് ടൈം വേണം. പിന്നെ നെറ്റ് ഇഷ്യൂസും അത് നമുക്ക് പരിഹരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ജയശ്രീയോടും പവിത്രയോടും സംസാരിക്കും അതിനെപ്പറ്റി. എനിക്കതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഇനിയും സമയമുണ്ട്. താരചേച്ചി, അടുത്ത തവണ നിങ്ങളുടെ കോട്ടിയാട് കാണുന്നത് പോലെ ഇരിക്കണം. തുറന്ന സ്ഥലങ്ങളിൽ ഇരുന്നാലേ ശ്രീദേവി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുഞ്ഞാപ്പ് വന്ന് ഒരു ഒറ്റ തട്ട് തട്ടിയാൽ ഇതിപ്പോൾ അടച്ചൊരു മുറിക്കകത്ത് എനിക്ക് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഒരു നിവൃത്തിയില്ല, പുറത്തിരുന്നാൽ ഇത് ലൈവ് നടക്കത്തില്ല. അതുകൊണ്ടാണ് അടുത്ത തവണ ഞാൻ അവനെ വല്ല ചെറിയ യാത്രയ്ക്ക് എങ്ങനെ അയച്ചിട്ട് നോക്കാം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ശ്രീദേവിയെ പൂട്ടിയിടണം. നമ്മൾ കറക്റ്റ് ടൈം യൂട്ടിലൈസ് ചെയ്തില്ലേ? പിന്നില്ലേ, സമയമൊക്കെ ഒരുപാടായി. അടുത്ത തവണ 10 ചോദ്യത്തിൻ്റെ വെറൈറ്റി ക്വിസ് പെട്ടെന്ന് തീരുന്ന ഒരു സജഷൻ. അടുത്ത തവണ നമുക്ക് ഒരു വെറൈറ്റി ക്വിസ് പിടിക്കാം. സജഷൻസ് ചോദിച്ചതിൽ ഒരു സജഷനാണ്. അടുത്ത തവണ 10 ചോദ്യത്തിൻ്റെ ഒരു വെറൈറ്റി ക്വിസ് പെട്ടെന്ന് തീരുന്നത്. തുടങ്ങുന്നു, തീരുന്നു. അത് ഒരു കാര്യം ചെയ്താൽ മതി. ചൊവ്വയും ഞായറും ചെയ്യുന്നതിന് പുറമെ വേറെ ഏതെങ്കിലും ഒരു ദിവസം ഒരു 20-20 ടൈപ്പ് ഒരു സാധനം, റാപ്പിഡ് ഫയർ, പെട്ടെന്ന് ചോദ്യം, പെട്ടെന്ന് ഉത്തരം, പെട്ടെന്ന് തീർക്കുന്നത്, ഒരു 15 മിനിറ്റിൽ തീരുന്ന പോലെ അങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അത് അഡ്മിൻസ് പറ്റുന്നതാണെങ്കിൽ നോക്കുക. അപ്പോൾ ശരി, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും ആശംസ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഒരുപാട് പേര് പോയിന്റ് നേടിയിട്ടുണ്ടല്ലോ. മിക്കവാറും എല്ലാവരും തന്നെ പോയിന്റ് നേടിയിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് അടുത്ത ലൈവിൽ കാണാം. സ്നേഹം, നന്ദി.